ഇതൊക്കെ നമ്മൾ ചെയ്തു കൂട്ടിയിട്ട് നമ്മൾ അള്ളാഹുവിന്റെ റസൂലിന്റെ ആൾക്കാരാ, നമുക്ക് മൗലിദൊക്കെ ഭയങ്കര സംഭവം, നമ്മൾ ഉറൂസിന്റെ ആൾക്കാരാ. അത് പറ്റൂല. ഇത് ചെയ്യാൻ പാടില്ലാത്ത വിഷയമാണ്. ഹറാമുകൾ തന്നെ, അനാചാരങ്ങൾ. ഒരു മഖാമിലും വന്ന് ഒരു കുട്ടിയും പോയി സുജൂദ് ചെയ്യാൻ പാടില്ല. അവർ അല്ലാഹു അല്ല, അല്ലാഹുവിനെ നമുക്ക് സുജൂദ് ചെയ്യാൻ പറ്റുള്ളൂ. അതേതാണെങ്കിലും ഉഷാറായി. ആ പറഞ്ഞതിനോട് ഞാൻ 100% യോജിക്കുന്നു. ഇതല്ലേ ഹുദവി ഇത്രയും കാലം ഞങ്ങളിവിടെ കേരളത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ആരാധനകളെല്ലാം അള്ളാഹുവിന് മാത്രമേ അർപ്പിക്കാവൂ. ആ ആരാധനയുടെ ഭാഗമായ എല്ലാ കാര്യങ്ങളും റബ്ബിന് മാത്രമേ നൽകാവൂ. സുജൂദ് അള്ളാഹ്ക്ക് മാത്രമേ നൽകാവൂ. ഖബറിന്റെ മേലെ സുജൂദ് ചെയ്യുന്ന പരിപാടി പാടില്ല എന്നൊക്കെയല്ലേ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരുപാട് ആശയങ്ങൾ. അപ്പോഴൊക്കെ നിങ്ങളുടെ ആശയക്കാർ, നിങ്ങളെപ്പോലെയുള്ള മുസ്ലിയാക്കന്മാർ ഞങ്ങളെ പരിഹസിക്കുകയും കളിയാക്കുകയും ഒക്കെ ചെയ്തു, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ആ യാഥാർത്ഥ്യം നിങ്ങൾ തന്നെ സമ്മതിക്കുന്നു. ഇപ്പം നിങ്ങൾ തന്നെ സമ്മതിച്ചൊരു കാര്യമുണ്ട്. ഇതൊക്കെ ചെയ്യുന്ന ആളുകൾ യഥാർത്ഥത്തിൽ റസൂലിൻ്റെ ആളുകളാണ് എന്ന് പറയുന്നതിൽ അർത്ഥമല്ല എന്നാണല്ലോ നിങ്ങൾ സമ്മതിച്ചത്. ഞങ്ങളെ തന്നെ പറയുന്നത്. ഇതൊക്കെ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളിവിടെ പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് നിങ്ങൾ അവകാശപ്പെടുന്നത് എന്താ? ഞങ്ങൾ സുന്നികളാണ്, അഹ്ലുസുന്നത്തി വൽ ജമാഅത്താണ് എന്നൊക്കെയാണ് നിങ്ങൾ അവകാശപ്പെടുന്നത്. അത് വിരോധാഭാസമാണ്. നിങ്ങൾക്ക് സുന്നത്തിനോടൊരു ബന്ധവുമില്ല, അഹ്ലുസുന്നത്തുമായി നിങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. അഹ്ലുസുന്നത്തിന്റെ ആശയമല്ല ഇത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, നിങ്ങൾ പ്രചരിപ്പിക്കുന്ന ആശയങ്ങളൊക്കെ ഷിയാക്കളുടെ ആശയങ്ങളാണ്. ഖബറുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ശിർക്ക് ബിദഅത്തുകളാണ് നിങ്ങൾ പ്രചരിപ്പിക്കുന്നത്, ചെയ്തു കൂട്ടുന്നത്. ഇപ്പൊ നിങ്ങളും അതിങ്ങനെ സമ്മതിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ തൊണ്ട കീറി ഇപ്പൊ ഇതിനെ എതിർത്തത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പറഞ്ഞത് ശരി തന്നെയാണ്, പക്ഷെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം എന്താ? ജനങ്ങളെ മാത്രം ഈ വിഷയങ്ങളൊക്കെ ചെയ്യുന്ന കാര്യത്തിൽ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തത് ആരാ? നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ ആശയധാരയിൽപ്പെട്ടവർ തന്നെയാണ് ഇതിനൊന്നും യാതൊരു കുഴപ്പമില്ല, ചെയ്തോളും എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്ത് ജനങ്ങളെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ച് ജനങ്ങളെ ഇത്തരം അനാചാരങ്ങളിലേക്കും ശിർക്കിലേക്കും കൊണ്ടുപോയത് നിങ്ങൾ തന്നെയാണ്. നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയില്ല. അപ്പൊ നിങ്ങൾ നോക്കൂ, ഞാൻ നിങ്ങൾക്ക് ചില ഉദാഹരണങ്ങൾ കാണിക്കാം. ഇത് സുന്നത്ത് മാസികയാണ്, 2003 ജൂലൈ മാസത്തിലെ സുന്നത്ത് മാസിക. ഈ സുന്നത്ത് മാസികയിൽ ഇപ്പൊ സിംസാറുൽ ഹഖ് ഉദവി പറഞ്ഞത് ഖബറിന്റെ അടുത്ത് ഖബറിന്റെ മേൽ സുജൂദ് ചെയ്യാൻ പാടില്ല എന്നാണല്ലോ. എന്നാൽ അതിനെ ന്യായീകരിക്കുന്നുണ്ട്. സുജൂദ് എന്നൊരു പ്രശ്നമല്ല, നോക്കിക്കോളി. ആരാധനയുടെ ഭാഗമായി അള്ളാഹുവിന് മാത്രം ചെയ്യുന്ന സുജൂദ്, വന്ദനം തുടങ്ങിയവ സൃഷ്ടികൾക്ക് ചെയ്യുന്നത് കൊണ്ട് ശിർക്കാവുന്നില്ല. നഊദുബില്ലാ. ആരാധനയുടെ ഭാഗമായി അള്ളാഹ്ക്ക് മാത്രം ചെയ്യുന്ന സുജൂദും വന്ദനവും ഒക്കെ സൃഷ്ടികൾക്ക് ചെയ്താൽ യാതൊരു കുഴപ്പമില്ലാതായി പറയുന്നത്. എന്നിട്ട് അതിനെ ന്യായീകരിച്ചു കൊടുക്കുകയാണ്. അള്ളാഹുവിന്റെ കൽപ്പനയോടെ ചെയ്യുകയാണെങ്കിൽ ഇത്തരം ആദരവുകൾ അള്ളാഹുവിനെ അനുസരിച്ചാരാധിക്കുന്നതിന്റെ ഭാഗവുമാണ്. എന്നിട്ട് ന്യായം പറയാണ്, മലക്കുകൾ ആദം നബി അലൈഹി സ്വലാമിന് സുജൂദ് ചെയ്തതും വിശ്വാസികൾ ഹജറുൽ അസ്വദിനെ ചുംബിക്കുന്നതും ഇതിന് ഉദാഹരണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ന്യായീകരിച്ചു കൊടുക്കുകയാണ് സൃഷ്ടികൾക്കുള്ള സുജൂദ്. നിങ്ങളാണ് ഈ ആശയം പഠിപ്പിച്ചത്. അപ്പൊ ആരെങ്കിലും പോയി ഇനി സൃഷ്ടികളുടെ അടുത്ത് പോയി സുജൂദ് ചെയ്താൽ, സൃഷ്ടികൾക്ക് സുജൂദ് ചെയ്താൽ, ഖബറിന്റെ മേൽ സുജൂദ് ചെയ്താൽ അവരെ കുറ്റം പറയാൻ കഴിയോ? എത്ര ബുൽബുൽ മാസികയിൽ നിന്ന് ഞാൻ വായിച്ചു കേൾപ്പിക്കട്ടോ. ഖബറിന് മുന്നിൽ സുജൂദ് ചെയ്യുന്നത് ശിർക്കല്ലേ? ചോദ്യമാണ്. അപ്പോ ഈ ചോദ്യത്തിൽ തന്നെ പിഴവുണ്ട്. ചോദിച്ചവന്റെ ചോദ്യത്തിൽ തന്നെ പിഴവുണ്ട് എന്നാ പറയുന്നത്. സുജൂദ് ഒരു പ്രവൃത്തിയാണ്, ശിർക്ക് വിശ്വാസത്തിൽ മാത്രം സംഭവിക്കുന്നത്. സുജൂദ് ഒരു പ്രവൃത്തിയാണ്, ശിർക്ക് വിശ്വാസത്തിൽ സംഭവിക്കുന്നതാണ്. വിശ്വാസത്തിൽ ശിർക്കില്ലാതെ പ്രവൃത്തി കൊണ്ട് മാത്രം അത് സുജൂദ് തന്നെയാണെങ്കിലും ശരി, ശിർക്ക് വരുന്ന പ്രശ്നമേ ഇല്ല. കണ്ടോ? ന്യായീകരിച്ച് ഇത്തരം സംഗതികളെ മുഴുവനും നിങ്ങൾ ന്യായീകരിച്ചു കൊടുക്കുകയാണ്. ഈ നോക്കൂ, ബുൽബുൽ മാസികയിൽ തന്നെ വേറൊരിടത്ത് കാണാം, ദർഗകളിൽ ഖബറിന് സുജൂദ് ചെയ്യപ്പെടുന്നത് കാണുന്നുണ്ടല്ലോ. അപ്പൊ പറയുന്നത് കേട്ടോ, ചില ദർഗകളിൽ മഹാത്മാക്കളെ അടക്കം ചെയ്യപ്പെട്ട ഭൂപ്രദേശം ചിലർ ചുംബിക്കുന്നത് കണ്ടാൽ സുജൂദാണെന്ന് തോന്നിപ്പോകും. അത് സുജൂദൊന്നല്ല, സുജൂദാണെന്ന് തോന്നിപ്പോകുകയാണ്. പക്ഷേ അത് ആരാധനാഭാവത്തിലുള്ള സുജൂദല്ല. എന്നാൽ തന്നെയും അത് കറാഹത്തും ഒഴിവാക്കേണ്ടതുമാണ്. കാരണം ഖബറിനെ ചുംബിക്കുക, തൊട്ടുമുത്തുക പോലുള്ളവ ഒഴിവാക്കേണ്ടതും കറാഹത്തുമാണെന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാര് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ഇമാമുകൾ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പറയാം, എന്നാൽ ബറക്കത്തെടുക്കുക എന്ന ഉദ്ദേശത്തോടെ ചുംബിക്കുന്നതും തൊട്ടുമുത്തുന്നതും കറാഹത്തില്ലെന്നും പറഞ്ഞ ഇമാമുകളുമുണ്ട്. കണ്ടോ? തുടർന്ന് അതിനെങ്ങനെ ന്യായീകരിക്കുകയാണ്. അപ്പൊ ഇത്തരം ആശയങ്ങളൊക്കെ ഇവിടെ പ്രചരിപ്പിക്കുന്നത് ഇതിനൊന്നും കുഴപ്പമില്ല, സൃഷ്ടികൾക്ക് സുജൂദ് ചെയ്യുന്നത് കൊണ്ട് യാതൊരു പ്രശ്നമില്ല എന്ന് പ്രചരിപ്പിക്കുകയും ജനങ്ങളെ അതിലേക്ക് ക്ഷണിക്കുകയും ചെയ്തത് നിങ്ങളാണ്. ഇപ്പൊ ജനങ്ങൾ പോയി ഇപ്പൊ ഖബറിന്റെ മേലെ സുജൂദ് ചെയ്യാൻ തുടങ്ങി.
അത് കണ്ട് നിങ്ങൾ എതിർക്കുന്നത് കൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ കാര്യത്തോട് 100% ഞാൻ യോജിക്കുകയാണെന്ത്, ഇത്തരം വൃത്തികേടുകളും തോന്നിവാസങ്ങളും ശിർക്ക് ബിദ്അത്തുകളും ഒക്കെ ചെയ്തിട്ട് ഞങ്ങളും റസൂലിന്റെ ആളുകളാണ്, സുന്നത്തിന്റെ ആളുകളാണ് എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് സുന്നത്തുമായി അതല്ലെങ്കിൽ അഹ്ലുസുന്നയുമായി ബന്ധമില്ല എന്ന കാര്യം ഇപ്പോഴെങ്കിലും നിങ്ങൾ തിരിച്ചറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് എന്നാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്.